ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, അവിടെ ഓസ്തിയില് മുഖം വന്നു, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇത് പള്ളിയിലേക്ക് എത്തിച്ച് കിട്ടണ്ടേ? എന്നാലാണ് അവൻ കാലത്തോട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. ഒരു സത്യാന്വേഷിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ധ്യാനാത്മകമായിട്ട് ചിന്തിക്കുമ്പോൾ, ഒരു മെഡിറ്റേറ്റീവ്ലി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് 4 അവസ്ഥകളാണ്. ഒരു സത്യാന്വേഷിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 4 അവസ്ഥകളാണ്. ആദ്യത്തെ അവസ്ഥ ബ്രഹ്മചാരി. ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നല്ല, ആ ഒരു വ്യക്തി തത്വശാസ്ത്രം, പല തരത്തിലുള്ള തത്വശാസ്ത്രങ്ങൾ, ദൈവശാസ്ത്രം, മനഃശാസ്ത്രം, ആരാണ് മനുഷ്യൻ, ആരാണ് ദൈവം, എന്താണ് ഈ ലോകം എന്നതിനെ പറ്റിയിട്ട് ഒരു സത്യാന്വേഷണ യാത്ര നടത്തുമ്പോൾ ആ ആളെന്നെ വേണമെങ്കിൽ ബ്രഹ്മചാരി എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴാണ് ആള് ഗൃഹസ്ഥ എന്ന് പറയുന്നത്. ഗൃഹസ്ഥയിലാണ് നമ്മൾ ഈ കാണുന്ന വിവാഹ ജീവിതവും ശിവനും പാർവതിയും സംസ്കാരം വെച്ചിട്ട്, അതിന്റെ ഫിലോസഫി വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തില് ശിവനും പാർവതിയും ഉണ്ട്, സ്ത്രീയും പുരുഷനും. അപ്പൊ അതിലാണ് അവര് തമ്മിലുള്ള ആ ലയനത്തിലാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഈ ഒരു കുടുംബ ജീവിതത്തിലേക്ക്, ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് നമ്മൾ വന്നേക്കണത്. അത് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നവർക്ക് ഒരു ശിവനും പാർവതീനെ, പരമശിവനെയും പാർവതീനെയും ഈ മരത്തിലും കാണാം, ഇവിടെ ഇരിക്കുന്ന 2 ആൾക്കാരിലും കാണാം. അപ്പൊ അത് മാനുഷികമായിട്ട് ആൾക്കാർ ചിന്തിക്കുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ പറ്റണത് ഈ ശിവനും പാർവതീനെ അല്ല അവര് ചിന്തിക്കുക. അവര് പറയും അച്ഛനും കന്യാസ്ത്രീയും കൂടി പോയി, സ്ഥലം വിട്ടു. ഇതാണ് ശരീരബോധത്തിൽ നിൽക്കുന്ന മതവിശ്വാസികള്, ഇങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുക. പക്ഷെ ഇതിൽ ഇങ്ങനെയും കൂടിയുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. ആത്മീയ ജീവിതം, സത്യാന്വേഷികളുടെ ജീവിതത്തിൽ ഇത് ദൈവം, ദൈവേഷ്ടങ്ങൾ നിറവേറപ്പെടുമ്പോൾ അവർക്ക് സമൂഹം എന്ത് വിചാരിക്കണു, അല്ലെങ്കിൽ ആൾക്കാർ അവരുടെ ശരീരബോധത്തിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവരെന്ത് കൊണ്ടു നടക്കണു, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കണു എന്നുള്ളതിൽ ഉപരി ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവേഷ്ടങ്ങൾ നിറവേറാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുടുംബ ജീവിതത്തിൽ നിന്ന് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് വാനപ്രസ്ഥ. ഇപ്പൊ നമ്മൾ ഈ വാനപ്രസ്ഥയിലാണ്, വനത്തിലാണ് വന്നേക്കണത്. ഇത് തന്നെയാണ് ഈ വാനപ്രസ്ഥ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഈ വാനപ്രസ്ഥ ആളുകളുടെ, വ്യക്തികളുടെ ജീവിതത്തിൽ, മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് അവര് ഈശോ എവിടേക്കാ കയറിപ്പോയേ? മലയിലേക്ക്, വനത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. ദൈവാനുഭവം ഉണ്ടാകാനും, ദൈവത്തോട് പ്രാർത്ഥനയിലെ ആലോചനകൾ നടക്കാനും, ദൈവേഷ്ടങ്ങൾ കണ്ടെത്താനും വനത്തിലേക്ക്, മലയുടെ മുകളിലേക്കാണ് ഈശോ പോയത്. ബുദ്ധൻ എവിടെയാ ബുദ്ധനെ കണ്ടെത്തിയത്? മരത്തിന്റെ ചുവട്ടിലാണ് നമ്മൾ ധ്യാനത്തിലിരിക്കുന്ന ശ്രീ ബുദ്ധനെ നമ്മൾ കാണുന്നത്. എവിടെയാണ് അയ്യപ്പനെ കാണുന്നത്? എവിടെയാണ്? ശബരിമലയിലാണ്. മല. അതുപോലെ മുഹമ്മദ് നബീനെ എവിടെയാ കണ്ടത്? പ്രാർത്ഥനയിലിരിക്കുന്നത് ഗുഹയിലാണ് കണ്ടത്. മനസ്സിലായ? അപ്പൊ ഈ ഒരു വാനപ്രസ്ഥ, ഒരു സത്യാന്വേഷി എന്നുള്ള നിലയ്ക്ക്, ഒരു സത്യാന്വേഷണത്തിനായിട്ടൊരു വ്യക്തി അവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് സംഭവിക്കുക, ഈ വാനപ്രസ്ഥ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സന്യാസ. സന്യാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മനുഷ്യ ജീവിതത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകും. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? ആ ആള് ഇതെല്ലാം ഇത് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല എന്ന് പറഞ്ഞാൽ, ഈ ഒരു പോക്ക്, ഈ സത്യാന്വേഷണത്തിന്റെ ഈ പാതയിലുള്ള ഈ പോക്ക് പോയിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, ഈ മണ്ണിലേക്ക്, ഈ പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു അവസ്ഥയാണ് ഈ സന്യാസം. ഈ പ്രകൃതിയിലേക്ക് തന്നെ, ഈ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ അലിഞ്ഞു ചേരുന്ന അവസ്ഥയാണ്. ഇതാണ് ഈ 4 ഘട്ടങ്ങൾ. നമ്മള് ഒരു ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച്, ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച്, ഒരു നമ്മുടെ ഭാരതത്തിന്റെ ഒരു സ്പിരിച്വാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് ഓട്ടമല്ല. ഓട്ടം വരുന്നത് എങ്ങനെയാണ്? മതവ്യവസ്ഥകളുടെ, മത നിയമങ്ങളുടെ ഉള്ളിൽ നിന്നിട്ട് ആൾക്കാർ ചിന്തിക്കുമ്പോഴാണ് ഇത് കന്യാസ്ത്രീ അച്ഛനെ ഓടിയതാവുന്നത്. അതല്ലെങ്കിൽ ഇത് ശിവപാർവതി തമ്മിലുള്ള ഒന്നിക്കലും അവരുടെ ലയനവും അവരുടെ കുടുംബജീവിതവും അതിൽ നിന്ന് സൃഷ്ടി നടക്കുന്നതാണ്. അത് ഗൃഹസ്ഥയാണ്. അത് മനസ്സിലാവാണ്ടാവുമ്പോൾ അവര് ഒറ്റപ്പെടുത്തുകയും അതിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാവുന്നു, അതിൽ നിന്ന് ഒറ്റപ്പെടുന്നു.
അവര് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടൽ അനുഭവിക്കണു, അവരുടെ തന്നെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടൽ അനുഭവിക്കണു, പിന്നെ സഭകളിൽ നിന്ന് ഒറ്റപ്പെടൽ അനുഭവിക്കണു, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കണു. ഇതൊക്കെ സംഭവിക്കും. ഒരു സത്യാന്വേഷണയുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കും. മതവ്യവസ്ഥകള്, ഈ അർത്ഥശൂന്യമായിട്ടുള്ള മതവ്യവസ്ഥകള് ഈ ചവിറ്റുകൊട്ടയിലേക്ക് ഇടേണ്ട ഇത് കഴിഞ്ഞു. ഇതിന്റെ വ്യവസ്ഥയിൽ നിന്നിട്ട് ഈ നിയമം പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്പരം പുരുഷനും സ്ത്രീയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞനം കുത്തുക. നീ വേറെ, ഞാൻ വേറെ. ഇവിടെ എവിടെയാ വേറെ? ഈ മരത്തിൽ ഒന്നിച്ചല്ലേ നിൽക്കണത്, ഇവിടെ ഒന്നിച്ചല്ലേ ഇരിക്കണത്. അപ്പൊ ഇത് നമുക്ക് കണ്ടമാനം പ്രസംഗിക്കാണ്ട്, സമൂഹത്തോട് കണ്ടമാനം പ്രസംഗിക്കാനൊന്നുമില്ല, ഇതിന് ജീവിച്ച് കാണിച്ചു കൊടുക്കുക സമൂഹത്തിന്. ഇതാണ് പരമശിവൻ, ഇതാണ് പാർവതി, ഇത് പഞ്ചഭൂതങ്ങളിൽ എങ്ങനെ നടക്കണു, ആരാണ് ദൈവം, ദൈവത്തില് അമ്മ അപ്പനുണ്ടോ, അവിടെ എങ്ങനെ സൃഷ്ടി നടക്കണു, അവിടെ എങ്ങനെ മനുഷ്യ മക്കൾ ഉണ്ടാവണോ, ആ മനുഷ്യ മക്കളെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇത് നിറവേറുമ്പോൾ ഉണ്ടല്ലോ എല്ലാവർക്കും സമാധാനമാവും. സമാധാനം നിലക്കും. സത്യം എല്ലാവരെയും സ്വതന്ത്രരാക്കും. സത്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കാട്ടിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ആത്മീയ കാര്യങ്ങൾ, ഈ സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയേണ്ടി വരണത്. ഈശോ എന്താ ചെയ്തത്? 2 കൽപ്പന. എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇത്രയുള്ള സംഗതി. പിന്നെ അത് സ്നേഹിക്കുമ്പോൾ അത് തീവ്രമായിട്ടുള്ള സ്നേഹം വേണം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നീ സ്നേഹിക്കുക. പിന്നെ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നിയമജ്ഞാൻ ഏറ്റു നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഈശോ പറയുന്ന ഒരു ഉദാഹരണമാണ് നല്ല സമരിയക്കാരന്റെ ഉപമ. അത് കഴിഞ്ഞിട്ട് പറയും, ഇതിൽ ആരാണ് നല്ലത് ചെയ്തത്? ലേവ്യരാണോ? ലേവ്യര്. അതുപോലെ പുരോഹിതൻ പോയി, അതിന്റെ പിന്നാലെ കപ്പ്യാര് പോയി. ഇതിൽ ആരാ നല്ലത് ചെയ്തത്? അപ്പൊ അവര് പറഞ്ഞു, അത് ശമരിയക്കാരനാണ് നന്മ ചെയ്തത്. അപ്പൊ നീയും പോയി. അതേപോലെ നിനക്ക് നിത്യജീവൻ വേണമെങ്കിൽ നീ ഒരു വ്യക്തിയായിട്ട്, ഒരു മനുഷ്യനായിട്ട് ഈ പ്രപഞ്ചത്തിൽ പിറന്നിട്ട് നിനക്ക് നിത്യജീവൻ വേണമെങ്കിൽ നീയും പോയിട്ട് അതേപോലെ ചെയ്യുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. സ്നേഹത്തില്, സാഹോദര്യത്തില്, സ്നേഹത്തിൽ വസിക്കുക. മനുഷ്യര് സ്നേഹത്തിൽ വസിക്കുക. ഈ മതങ്ങൾ പറയുന്ന ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ കമന്റ് ഇട്ടിട്ട് ഇരിക്കുന്ന ഈ മതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ബൈബിൾ ചൂന് വായിക്കാത്തവരാണ്. ഒരിക്കൽ പോലും അവരുടെ ജീവിതത്തില് ഇത് ഭഗവത്ഗീത വായിക്കാത്തവരാണ്. മഹാഭാരതം അവർക്ക് അറിഞ്ഞൂടാ, ഖുറാൻ അറിഞ്ഞൂടാ. ഇവരാണ് ഈ കൊന്തയും എന്തെങ്കിലും ഇട്ടിട്ട് ഈ വെള്ളമുണ്ടു ചീറ്റി അവിടെ ഭസ്മം തേച്ചു, ഇവിടെ ദിവസം തേച്ചു, ഇത് എടുത്തു, അല്ലെങ്കിൽ നിഷ്കാര തരമ്പ് ഉണ്ടായി. പല തരത്തിൽ ഇപ്പം ഇന്ത്യയിൽ മേജർ മതങ്ങൾ ഇതല്ലേ, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഹിന്ദുയിസം. അപ്പൊ ഇതിന്റെ സത്ത്, ഇതിന്റെ അന്തരാർത്ഥങ്ങള് ഈ മതഗ്രന്ഥങ്ങളിൽ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, നന്മ പറയുന്നുണ്ട്. അത് വായിക്കണം, അതിനെപ്പറ്റി ധ്യാനിക്കണം. അതെന്താണ് അതിൽ പറയുന്ന എസൻസ്, അതിലത്തെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് പിടികിട്ടി കഴിഞ്ഞാൽ ഈ വക വൈഷമ്യങ്ങളൊക്കെ ഒഴിവായി പോകും. ദൈവം സ്നേഹമാകുന്നു, ഇതല്ലേ പറയുന്നുള്ളൂ. മതങ്ങളൊക്കെ പറഞ്ഞ് ദൈവം സ്നേഹമാകുന്നു, നിന്നെ പോലെ തന്നെ നീ എങ്ങനെയാണോ നിന്നെ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ഈ മതത്തിന്റെ ഉള്ളിൽ ജനിച്ച് മരിക്കുന്നവരെ ഈ മതം തന്നെ. മനുഷ്യൻ ഒന്നൊന്ന് പിന്നാക്കം ഇരുന്നിട്ട് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഗുണകരാണോ? ഈ എൻ്റെ അമ്മ അപ്പനെ എന്നെ സൃഷ്ടിച്ചു, എൻ്റെ അമ്മ അപ്പനെ ഇവിടെ ദൈവം എന്നെ സൃഷ്ടിച്ചു. അപ്പൊ എന്തുകൊണ്ട് ആ സ്നേഹത്തിൽ ആൾക്കാർ ഒന്നിക്കുമ്പോ ഇത് പാപമായി മാറുന്നു? അത് മതമാണ്. അത് മതത്തിന് ഉദരപൂർണത്തിന് വേണ്ടിയിട്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ പറഞ്ഞത്. ഈശോ ആരോടും കല്യാണം കഴിക്കണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എവിടെയാ പറഞ്ഞുള്ളത്? ഗൃഹസ്ഥ ഇപ്പൊ നമ്മൾ ആത്മീയ ജീവിതം നയിക്കണ്ടല്ലോ. നമ്മൾ കല്യാണം കഴിച്ച് കുഞ്ഞുള്ള ആളാണ്. നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്നില്ലേ? ഈ കാട്ടിലേക്ക് കയറി വന്നത് എങ്ങനെയാ? എല്ലാ ദിവസവും 1 മണിക്കൂർ പുലർച്ചെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? മെഡിറ്റേഷൻ നടത്തുന്നത് എങ്ങനെയാ? അപ്പൊ വിവാഹം കഴിച്ച ആൾക്കാർക്ക് ആത്മീയ ജീവിതം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു അന്ധതയാണ്. ഒരു അറിവില്ലാത്തത് കാരണം കൊണ്ട് അവര് മതവ്യവസ്ഥകൾ നോക്കുകയാണ്. ഈശോ കല്യാണം കഴിച്ചിട്ടില്ല. ചിലവർ പറയും, എന്താണ് കല്യാണം കഴിക്കാത്ത ഈ വൈദികരെന്താണ് വിവാഹം കഴിക്കാത്ത? അപ്പൊ പറയണതാണ് ഈശോ വിവാഹം കഴിച്ചിട്ടില്ല. ഈശോ 33 വയസ്സില് ആള് പമ്പം കത്തണം കത്തി 30ാമത്തെ വയസ്സ് 12 വയസ്സ് വരെ 12 വയസ്സായപ്പോ ജ്ഞാനികളോട് ആള് പല ആത്മീയ സംഭാഷണം നടത്തി. അത് കഴിഞ്ഞ് ആളെ കാണാണ്ടായി 18 കൊല്ലം. ആള് ഈ ജീവിതത്തിന്റെ ആരാണ് ദൈവം, ആരാണ്
മനുഷ്യൻ എന്താണ്, ഈ ലോകം പ്രപഞ്ചം എന്താണൊക്കെ ഈ 18 കൊല്ലം കൊണ്ട് ആള് സകല വിധത്തിലുള്ള മെഡിറ്റേഷനും യോഗയും അതുപോലെ ഈ മലയിൽ കയറിപ്പോലും കാട്ടിൽ ഇരിക്കലും ധ്യാനിക്കലും ദൈവത്തെ കണ്ടെത്തലും ദൈവാനും ഒക്കെ ഈശോയ്ക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് പവർഫുൾ ആയിട്ട് തീപ്പന്തം പോലെ ഒരു വരവാണ് ഈശോ വന്നത് പബ്ലിക്കിലേക്ക്. ആ പബ്ലിക്കിലേക്ക് വന്നിട്ട് ആ സത്യം വിളിച്ചു പറഞ്ഞപ്പോ അവർക്ക് മതപുരോഹിതന്മാർക്കും പ്രധാന പുരോഹിതന്മാർക്കും പൊള്ളി. യഹൂദ മതം ആകെ അവരുടെ കള്ളി വെളിച്ചത്തായി. അവർക്ക് കാശുണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ കാശ് ഉണ്ടാൻ പറ്റില്ല. അപ്പൊ അതെന്തായി? അപ്പൊ ആ 3 കൊല്ലത്തെ പന്തം പോലെ കത്തിയതാണ് ആ 3 കൊല്ലത്തെ ഒറ്റ കത്തില്. അപ്പൊ 33 വയസ്സ് വരെയുള്ള ആളുടെ ജീവിതം ദൈവം എന്താണോ ഒരു ദൗത്യം ഈശോയ്ക്ക് കൊടുത്തത് നിറവേറപ്പെട്ടു. ഇറ്റ് ഈസ് ഫുൾഫിൽഡ് ആൻഡ് ഫിനിഷ്ഡ്. അപ്പൊ ആ ഈശോനെ നോക്കിയിട്ട് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ ഇറക്കാണ് പൊട്ടന്മാര്. കല്യാണം കഴിക്കാൻ പാടില്ല, കല്യാണം കഴിച്ചാൽ ദൈവാനുഭവം ഉണ്ടാവില്ല, കല്യാണം കഴിച്ചു കഴിഞ്ഞാല് സന്യാസം പറ്റില്ല, എത്രയോ ആളുകള്. അപ്പൊ അതുകൊണ്ടാണ് ഈ 2 ദൈവത്തിന് പ്രതീകമായിട്ട് വെച്ചേക്കണ ഈ 2 മരങ്ങളും ഈ 2 മരങ്ങളും ഒന്നാണ്. അപ്പൊ ഇതിന്റെ ചോട്ടിൽ വന്നിരുന്നിട്ട് നമ്മള് ഇത്തരത്തിൽ ഈ പഞ്ചഭൂതങ്ങളോട് ചേർന്ന് നിന്നിട്ട് നമ്മൾ ഈ സത്യം ഈ ചർച്ച ചെയ്യണതിന്റെ കാര്യം എന്താ വെച്ചാല്, ഈ പൊട്ടത്തരങ്ങള്, ഈ പണ്ട് ഈ നോക്കിയ ഫോണ്, ഇപ്പൊ ആരെങ്കിലും നോക്കിയ പണ്ടത്തെ നടിക്കുന്ന ഈ ബട്ടൺ ഉള്ള ആ കുഞ്ഞു സാധനമില്ലേ നോക്കിയ, ഇപ്പൊ ആരെങ്കിലും കൊണ്ടു നടക്കണ്ട? എല്ലാവരും ഇപ്പോ ടച്ച് സ്ക്രീന് ആൻഡ്രോയിഡ് ഫോണാണ് കൊണ്ടു നടക്കുന്നത്. പിന്നെ ആപ്പിൾ ഫോണാണ്. ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ആൾക്കാർക്ക് അതറിയാം അതിന്റെ ഉപയോഗം എന്താണ്. വേണ്ടിയിട്ട് അവര് അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തി സത്യം എന്താണെന്ന് മനസ്സിലാക്കി. നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മൾ ഈ വെസ്റ്റേൺ കാര്യങ്ങളിലെ വെസ്റ്റേൺ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി അത് കൊണ്ടുവന്നിട്ട് ഇവിടെ സ്ഥാപിക്കാൻ നോക്കി, ഇവിടെ മതം മാറ്റാൻ നോക്കണു, അത് ചെയ്യണു ഇത് ചെയ്യണു, എന്തെല്ലാം പക്കപ്പാട ചെയ്യണത്. നമ്മൾ ഭാരതീയര് ഭാരതത്തിലെ ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി, വി ഹാവ് എ റിച്ച് സ്പിരിച്വാലിറ്റി. ഈ വേദങ്ങളിലും ഉപനിഷത്തുകളും പുരാണങ്ങളിലും നല്ല റിച്ച് സ്പിരിച്വാലിറ്റി ഉണ്ട് ഭാരതീയർക്ക്. അത് സാംസ്കൃതിലായ കാരണം കൊണ്ട് അത് കണ്ടെത്താൻ പറ്റാണ്ട് ആണ്. അത് സാധാരണ മനുഷ്യർക്ക് സംസ്കൃതം അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഈ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ഈ തള്ളിക്കയറ്റാണ് ഈ ക്രിസ്ത്യാനിറ്റി ഇസ്ലാമും. അത് വെസ്റ്റേൺ രീതിയിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഞാൻ പറയണത്, നമ്മൾ ഭാരതീയരെന്നോണം ഈ കാണുന്ന സത്യം, ഇതൊക്കെ സത്യമുള്ള കാര്യങ്ങളാണ്. ഈ മരത്തിൽ കാണുന്ന ഈ മരം എങ്ങനെയാ നിൽക്കണം നോക്കുക, എന്തോരം ഐക്യപ്പെട്ടിട്ടാണ് ഇതില് ഒരു സ്ത്രീയും പുരുഷനില്ലേ. അപ്പൊ ദൈവം സ്നേഹമാകുന്നു. ആ ദൈവത്തിനെ അവനാന്റെ ഉള്ളില് കണ്ടെത്തുക, ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. എത്ര കാലമുണ്ട്? എത്ര കാലം ജീവിക്കും? കൂടി വന്ന 70 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ്, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ഇപ്പൊ നോക്കിയേ, നമ്മൾ ഈ കാട്ടിൽ നോക്കിയേ, ഇത് എത്രയും സ്വാഭാവികമായിട്ടാണ് നിൽക്കണേ. ഇപ്പൊ ഈ ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകാത്തതിന്റെ കാര്യം എന്താ? പള്ളിയിൽ കോൺക്രീറ്റ് വെച്ചിട്ട് ടാറിട്ട് ടൈൽസ് വീച്ചിട്ട് എല്ലാ പ്രകൃതിയിലെ സ്വാഭാവികതയും കളഞ്ഞിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇത് കൊടുന്നിട്ടാണ് ഈ ഉപജീവന മാർഗം അവിടെ നടക്കുന്നത്. ദേവാലയം എവിടെയാണ്? ദേവാലയം നമ്മുടെ ശരീരമാകുന്ന ദേവാലയം, അതിൽ വസിക്കുന്ന ജീവാത്മാവ്. ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ മതം പറഞ്ഞു പള്ളിയിലേക്ക് നടക്ക്, അറ്റൻഡൻസ് എടുക്ക്, ഞായറാഴ്ച പറയാൻ പറ്റില്ല, ഞാൻ ഒപ്പിടണം. അപ്പൊ ബക്കറ്റ് വെച്ചു, പിരിച്ചു. അപ്പൊ കോടിക്കണക്കിനുള്ള പള്ളികൾ, ആകാശമുട്ട പള്ളികൾ പണിതു. അപ്പൊ ഇത് നോക്ക്, ഈ പ്രകൃതിയിൽ ഈ കാട്ടിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ പഞ്ചഭൂതങ്ങളെ ദർശിച്ച് ആ പഞ്ചഭൂതങ്ങളുടെ ഒരു ശക്തിയോട് കൂടിയിട്ട് നമ്മള് ഈ കാര്യങ്ങൾ കാണുമ്പോൾ ഇതിന് സ്വാഭാവികതയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പച്ചയുണ്ട് ഇല്ലേ? ഇത് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പച്ച നിൽക്കണ നോക്കിയേ, സകലവാദ സസ്യങ്ങളും ചെടികളും എല്ലാം മരങ്ങളും ഒക്കെ എന്തോരം സ്വാഭാവികമായിട്ടാണ് ഈ കാട്ടിൽ നിൽക്കണേ. അതുകൊണ്ടാണ് ഈശോ കാട്ടിലേക്ക് കയറിപ്പോയത്, പള്ളിയിലേക്കല്ല പോയത്. അതുകൊണ്ടാണ് പ്രകൃതി എന്താണെന്നും മനുഷ്യൻ ഒറ്റ കാര്യത്തിൽ മനുഷ്യൻ ഫോക്കസ് ചെയ്യേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യം എന്തായിട്ടാണ് ലീസാമിക്ക് തോന്നുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നത് ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന്, പ്രകൃതിക്ക് കൊടുക്കുന്ന മനുഷ്യൻ പ്രകൃതിക്ക് 1ാം സ്ഥാനം കൊടുക്കണം. കാരണം ഇറ്റ് ഈസ് അൺറിട്ടൺ ബുക്ക് ഓഫ് ഗോഡ്. ഈ പ്രകൃതിയുടെ സകല സ്വാഭാവികതയും പ്രകൃതി കിളിക്ക് സൂക്ഷ്മമായിട്ട് മനുഷ്യൻ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ പ്രകൃതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലേ? അപ്പൊ പ്രകൃതിക്ക് 1ാം സ്ഥാനം പ്രകൃതിക്ക് കൊടുക്കുക, 2ാം സ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തിലെ ഭരണഘടനയ്ക്ക് കൊടുക്കുക, 2ാം സ്ഥാനം ഭരണഘടനയ്ക്ക് കൊടുക്കുക. ഇത് രണ്ടും മനുഷ്യൻ കൊടുത്തു കഴിഞ്ഞാൽ കുറെ സമാധാനം മനുഷ്യന്റെ ജീവിതത്തിൽ. ഈ ഓരോ പുസ്തകങ്ങളും തുറന്നു വെച്ചിട്ട് മനുഷ്യനെ ഓരോരോ സെക്റ്റുകൾ ഉണ്ടാക്കി, ഓരോരോ മതങ്ങൾ ഉണ്ടാക്കി, അവിടെ മതങ്ങളുടെ ഉള്ളിൽ ദൈവങ്ങളെ ഉണ്ടാക്കി, പിന്നെ ഇവർക്ക് ദൈവമായിട്ട് ഒരു ബന്ധമില്ല, ദൈവത്തിനെ അടച്ചു. ദൈവത്തിനെ അടച്ചു. പിന്നെ ഇവരുടെ ബിസിനസ്സാണ്. പിന്നെ ഇവര് സക്രാരിയിൽ വെച്ച് ദൈവത്തിനെ പൂട്ടി, ഇവര് പുരോഹിതന്മാരായി. പിന്നെ ഈ പോണ ക്രിസ്ത്യാനികൾക്ക്, സാധുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികൾക്കായാലും മറ്റുള്ള മതവിശ്വാസികൾക്കായാലും ഇവര്
അതിന്റെ ലിബറേഷൻ, ആ സത്യാന്വേഷികൾക്ക് ആ സത്യത്തിലേക്ക് വരുന്ന ആ എളിയവരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള മനുഷ്യര്, അവര് ദൈവശാസ്ത്രം പഠിച്ചിട്ടില്ല, തത്വശാസ്ത്രം പഠിച്ചിട്ടില്ല, മനഃശാസ്ത്രം പഠിച്ചിട്ടില്ല, അവർക്ക് ഒരു ലിബറേഷൻ അവർക്ക് ലഭിക്കുന്നില്ല. സത്യത്തിലേക്ക് അവർ വളരുന്നില്ല. ഈശോ എന്താ പറയാ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതിനെ അവരെ അനുവദിക്കുന്നില്ല. ഈ മതപുരോഹിതന്മാരായാലും ഈ മതവ്യവസ്ഥകളും നിയമങ്ങളും ഈ സാധാരണ മനുഷ്യനെ ദൈവത്തിനെ കണ്ടെത്താൻ ആത്മീയമായിട്ട് വളരാനോ സമ്മതിക്കാണ്ട് അവര് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ കിടന്നിട്ട് ഇതാവും. 60 വയസ്സുള്ളവരും പറയുന്നുണ്ട്, 60 വയസ്സുള്ളവരും പറയുന്നുണ്ട്, മതപുരോഹിതന്മാരും പറയുന്നുണ്ട്, സന്യസ്തരും പറയുന്നുണ്ട്. ഈ സകല മത വിഭാഗത്തിലെ ഈ സ്റ്റഫ് കുറവുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരബോധത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഈ കൊഞ്ഞനം കുത്തല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മരത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കുന്നത് അല്ലെ. ഈ സ്വാഭാവികമായിട്ടുള്ള ഈ സ്ത്രീയും പുരുഷനും ഒന്നായിട്ട് നമുക്ക് പിരിഞ്ഞാണ് നിൽക്കുന്നത്. പിരിഞ്ഞ് അവരൊന്നാണ്. ഒന്നാണ്, നമ്മൾ ഒന്നാള് എന്നുള്ള ഒരു വിചാരം, നമ്മളാണ്, നമ്മുടെ ഉള്ളിലാണ് ദൈവം, നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്രിയേറ്റീവായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നടക്കും ഇല്ലേ. ദൈവത്തിന്റെ ഭാവങ്ങള് മനുഷ്യരിൽ കൂടെ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും വെളിപ്പെട്ട് കിട്ടും. ലിസിയാമ്മ എന്താ പറഞ്ഞത്? അതിന് പക്ഷെ മതങ്ങള് സമ്മതിക്കില്ല. അവർക്ക് എന്ത് ചെയ്യണം, കാശുണ്ടാക്കണ്ടേ. ഒരു മനുഷ്യൻ ജനിക്കുന്ന അപ്പൊ തുടങ്ങും മാമോദീസം മുക്കണം. അപ്പം ഒരു പിരിവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യ കുർബാന, അപ്പൊ രണ്ടാമത്തെ ആഘോഷം പന്തലിടല്, പിന്നെ പുരോഗതിന് കൊടുക്കണം, പള്ളിക്ക് കൊടുക്കണം, പിന്നെ കല്യാണം. കല്യാണത്തിന് പിന്നെ എനിക്കറിയാം ഒരച്ഛൻ പിന്നെ പൈസ വാങ്ങിയിട്ട് ഇത്ര തന്നാലേ ഇത് നടത്തി തരുവുള്ളൂ എന്ന് പറഞ്ഞ സംഭവം. അത് തന്നെ എന്റെ ആന്റിയുടെ മോന്റെയാണ് അത് അങ്ങനെ നടന്നേക്കണേ. പിന്നെ അപ്പൊ അവര് 25,000 രൂപ കൊടുത്തു പള്ളിക്ക്. 25,000 തന്നാലേ ഈ കല്യാണം ഞാന് ആ സമയത്ത് ഇന്ന ദിവസം നടത്തി തരുവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ നടത്തും. അതല്ല, പിന്നെ അത് കഴിഞ്ഞ് മരണം വന്ന അതിനും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒപ്പീസ്. അല്ല, മരണം വന്നിട്ട് പിന്നെ മൃതസംസ്കാരം, അത് കഴിഞ്ഞിട്ട് മറവ് ചെയ്തിട്ട് അതിന് കല്ലറ പൈസ ഇല്ലേ. ഇപ്പൊ കല്ലറയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒപ്പീസുകള്, പിന്നെ പ്രാർത്ഥന, പിന്നെ വർഷം നടക്കുന്നത്, പിന്നെ ആത്മാവ് അവിടെ ശുദ്ധീകരണ സ്ഥലത്തിലാണ്. ഇതുവരെ പോയിട്ടില്ല, ദൈവത്തിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് പ്രത്യേക പ്രാർത്ഥന. ഭൂതം പ്രേതമായിട്ട് നടക്കും. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാവ് പോവാത്ത കാരണം കൊണ്ട് അവിടെ വീണ്ടും പ്രാർത്ഥന ചെയ്യണം. എന്നാലേ പോവുള്ളൂ. അപ്പൊ മത പുരോഹിതന്റെ കീശ കുറച്ച് വീർത്ത് കിട്ടും. ദൈവത്തിനെ കണ്ടെത്താനായിട്ട്, ദൈവാരാധനയ്ക്ക് ആയിട്ട് കോടികളുടെ പള്ളികൾ കെട്ടിപ്പോക്കുക. മതമൊക്കെ ചീഞ്ഞളിഞ്ഞു, അത് ബെറീഡായി ചീഞ്ഞളിഞ്ഞ് അത് പുഴുക്കൾ തിന്നു. അതുകൊണ്ടാണല്ലോ ഓരോ സ്ഥലത്തുനിന്ന്. അല്ല, ഇപ്പൊ ഭൂരിഭാഗം മതങ്ങള് അവര് ശരിക്കും ഈ മതവിശ്വാസികളുടെ, ഞാൻ പറയുന്നത് വിശ്വാസികളുടെ കാര്യമല്ല, മതവിശ്വാസികളുടെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് ഒരു ശതമാനം കുറെ ഉണ്ടല്ലോ, കുറെ ആൾക്കാരുണ്ട് ദൈവാനുഭവം ഉള്ളവരും ദൈവത്തിൽ വിശ്വസിക്കണം. മതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മതഗ്രന്ഥങ്ങൾ വായിക്കുക, അതിന്റെ അർത്ഥം അറിയേ, അല്ലെങ്കിൽ ഇത് എന്തിനാ ഇത് പറയണേന്ന്, എന്തിനാ പള്ളിയിൽ പോകണമെന്ന് അറിയില്ല. വെറുതെ വെള്ളം കൊണ്ട് കൊടുക്കുക, സാരി ചുറ്റുക, പള്ളിയിലേക്ക് പോവാ, അല്ലെ മോസ്കിലേക്ക് പോവാ, അല്ലെ അമ്പലത്തിലേക്ക് ഭസ്മം തൊട്ടിട്ട് കുടി തൊട്ടിട്ട് പോവാ. ഞാൻ പറഞ്ഞത് ഈ മതവിശ്വാസികള് അവരെന്തിനാ, അവരുടെ പേടി എന്നിട്ടാണ് അറിയോ? അവര് കല്യാണം എങ്ങനെയാ നടത്തുക, മരിച്ച എവിടെയാ കുഴിച്ചിടുക. ഇത് ഈ പേടി കാരണം കൊണ്ട് മാത്രം ഈ പള്ളിയിൽ മാസവരിയും കൊടുത്ത്, ഈ സ്വസ്ത്രക്കാഴ്ചയും കൊടുത്ത്, ഈ എന്താ പറയാ, ഇതൊക്കെ കൊടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാര്. പള്ളിക്ക് ഒരു ഓഹരി ഇല്ലെങ്കിൽ നമ്മള് ഒരു കാര്യത്തിന് പള്ളിയിലേക്ക് ചെല്ലുമ്പോ മനുഷ്യന്റെ ജീവിതം ഈ മതത്തിന് വേണ്ടിയിട്ട്, മനുഷ്യനെ അതിനാണോ ദൈവം സൃഷ്ടിച്ചേക്കണേ? മതം പള്ളി പണിയാനും മതം കൊണ്ട് നടക്കാനും ഇതിനു വേണ്ടിയിട്ടാണോ ദൈവം സൃഷ്ടിച്ചേക്കണത്? മരിച്ചിട്ട് ബോഡി ഒരു സ്ഥലത്ത് വെച്ചേ കുഴിക്കില്, എന്നിട്ട് കുടിശ്ശിക തീർന്നിട്ടില്ല അത്രേ. പള്ളിയിലെ കുടിശ്ശിക തീർന്നിട്ടില്ല, അതുകൊണ്ട് നടക്കാൻ പറ്റില്ല. അതാണ് മതം. അപ്പോ ഈ മത നിയമങ്ങള്, ഈ അന്ധവിശ്വാസങ്ങള്, നമ്മൾ വിശ്വാസത്തിനെയല്ല, നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു എതിരഭിപ്രായമല്ല, നമ്മൾ വിമർശനമല്ല നമ്മൾ നടത്തണേ. മതവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങള്, അനാചാരങ്ങള്, ഈ അർത്ഥശൂന്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങള്, അത് മനുഷ്യൻ മാറ്റിയിട്ട്, ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ മതങ്ങളിലും ദൈവം സ്നേഹമാകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഇവരുടെ പരിപാടി എന്നിട്ടാ നോമ്പുകാലം മാത്രം വരുമ്പോ യുവന്മാര്
മുതലത്തൊപ്പിയും വെച്ചിട്ട് ഇരുന്നിട്ട് കാല് കഴിപ്പിക്കും. ഈശോ പറഞ്ഞത് നിങ്ങൾ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനായിട്ട് പരസ്പരം കാല് കഴുകി പരസ്പരം സേവനം ചെയ്യാൻ പറയും. ഇവര് കാല് കഴുകണത് പ്രസാദാഴ്ച മാത്രം താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമറയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. അന്ന് മാത്രമല്ലോ, വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവര് സേവനം ചെയ്യും. ബാക്കിയുള്ളത് മുഴുവൻ നാരങ്ങ പിഴിയണോന്നുള്ള പിഴിച്ചിലാണ്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. അത് ഹോസ്പിറ്റലിൽ കൂടെ പിഴിയും, സ്കൂളിൽ കൂടെ പിഴിയും, പള്ളി പണിയുമ്പോൾ പിഴിയും. സകല തരത്തിലും ഈ സാധാരണ കോമൺ മനുഷ്യരെ ഇവര് പിഴിഞ്ഞ് ഇവര് മതം ഉണ്ടാക്കി, ദൈവങ്ങളെ ഉണ്ടാക്കി, മതങ്ങളെ ഉണ്ടാക്കി, മതങ്ങൾ ദൈവങ്ങളെ ഉണ്ടാക്കി. അപ്പോ ദൈവം എന്താ ചെയ്യാ? ദൈവം കൊറോണ വരുത്തും. കൊറോണ വന്നപ്പോ കുറെ ഒളിച്ച് കൂട്ടിൽ കയറിയിരുന്നു, അടച്ചു കൂട്ടിയിരുന്നു കൊറോണ വന്നപ്പോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമതും തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, അവിടെ ഓസ്തിയില് മുഖം വന്നു, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇത് പള്ളിയിലേക്ക് എത്തിച്ച് കിട്ടണ്ടേ? എന്നാലാണ് അവൻ കാലത്തോട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. അതിന് ഓസ്തിയിൽ തെളിഞ്ഞു, അതാണ് ഇതാണ്. ഇത് ഡോക്ടറേറ്റ് ഇല്ലാത്തവരല്ല ഇത് പറയണത്. ഇവർക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. ഇവർ വർഷങ്ങളായിട്ട് വയസ്സായിട്ട് 80 വയസ്സായതിന് മുകളിലുള്ള ഒരു അച്ഛനാണ് പറഞ്ഞത്, ഓസ്തിയില് ഈശോയുടെ മതം സീൽ ചെയ്ത് വെച്ചിട്ട് അവിടെ മുഖം വളഞ്ഞു, നിങ്ങളൊക്കെ കുർബാനയ്ക്ക് വായോ, നിങ്ങളൊക്കെ ആരാധന നടത്ത്, ഇവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന്. ഈ അച്ഛന് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ? ഈ അച്ഛൻ തിയോളജി പഠിച്ചുള്ള ആളാണ്, ദൈവശാസ്ത്രം പഠിച്ചവനാണ്, തത്വശാസ്ത്രം പഠിച്ചവനാണ്, മനഃശാസ്ത്രം പഠിച്ചവനാണ്. പഞ്ചഭൂതങ്ങൾ എന്താണെന്നറിയാം, ദൈവത്തിന്റെ കണ്ടന്റ് എന്താണെന്നറിയാം, ദൈവ അരൂപിയാണെന്നറിയാം. പിന്നെ ഈ പറയുന്നത് മുഴുവൻ ബോഷ്കല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാലും ഞാൻ ആ മനോജ് അച്ഛനുമായിട്ടുള്ള വർത്തമാനത്തിൽ ഞാൻ പറഞ്ഞു, ഇന്ന് ഈശോ വരികയാണെങ്കിൽ ഇവരെ ലിവർ കൊണ്ട് അടിക്കും. വണ്ടിയുടെ ലീഫ് ഊരിയിട്ട് ഇവർക്ക് അടി കിട്ടും. ഇവരൊക്കെ മതപുരോഹിതന്മാരാണ്. അല്ലാണ്ട് ദൈവത്തിലേക്ക് മനുഷ്യ ആത്മായമായ വളർച്ച കൊടുക്കുന്നത്, ദൈവത്തിലേക്ക് മനുഷ്യന്മാരെ അടുപ്പിക്കുന്നതല്ല. ഇവർക്ക് മതത്തിലേക്കാണ് അടുത്ത് കിട്ടേണ്ടത്. ഇവരുടെ ലോഹയ്ക്കാണ് ഇവർക്ക് നീളം കൂട്ടുന്നത്, ഇവരുടെ തൊങ്ങലാണ് വലിപ്പം കൂട്ടുന്നത്. ഇവര് പബ്ലിക് പ്ലേസിൽ ഇവർക്ക് വലിയ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഇവർക്ക് പറഞ്ഞു കിട്ടണം. ഇവരാണ് ദൈവങ്ങള്, ഇവരാണ് നിരീശ്വരവാദികള്. അല്ലാണ്ട് യുക്തിവാദം പറയണവര്, അവര് യുക്തിവാദം എന്ന് പറഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല. അവര് നിരീശ്വരവാദികൾ, എല്ലാ നിരീശ്വരവാദികളും നിരീശ്വരവാദികളല്ല. അവര് യുക്തിവാദം നടത്തി നിരീശ്വരവാദികൾ പറയും. അവർക്ക് അത് കണ്ടെത്താനായിട്ട് ഇതുള്ള അവര് നല്ലോണം ഡീപ്പായിട്ട് പോണവരാണ്. അത് പിന്നീട് അവര് ദൈവാനുഭവത്തിലേക്ക് വരികയും അവരുടെ ആത്മാവ് രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷെ ഇവന്മാരുടെ ആത്മാവ് ഒരിക്കലും ഇവര് പറയുന്ന ഈ പല്ലുകടി ഞെറുമ്പലും ഈ നൊലോളിയുള്ള ആ നരകത്തിലേക്ക് തന്നെ ഇവര് പോകും, ഈ മത നേതാക്കന്മാര്. കാരണം ഇവര് പറയുന്ന മുഴുവൻ നുണയാണ്. ആൾക്ക് വിശ്വസിക്കാൻ പറ്റും. ഇവര് കൈയൊക്കെ കുത്തി തുളച്ച് ഇവിടെ ഓട്ട ഉണ്ടാക്കി സ്റ്റിഗ്മാറ്റം വന്നു. ഇവിടെ തിളച്ച വെള്ളം മേല് കോരി ഒഴിച്ചിട്ട് മേല് പൊള്ളിച്ചിട്ട് ഇവര് പറയും, ഈശോ കുരിശും ചുമന്ന് പോയ കാരണം കൊണ്ട് എന്റെ ഇവിടെ പൊള്ളി, ഈശോരെ ഇവിടെ കുന്തം കൊണ്ട് കുത്തിയപ്പോ എന്റെ ഇവിടെ നോക്ക്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് ഈ തരികട ഉടായ്പ കാണിക്കുന്നത്. ഇവരാണ് നിരീശ്വരവാദികള്, ഇവരാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തവര്, ഇവരാണ് നുണയന്മാര്. എന്നിട്ട് ആ അച്ഛൻ പറഞ്ഞു, നുണയന്മാരുടെ പിതാവ് പിശാച്. ഒരു പുരോഹിതൻ ഒരു വീഡിയോ ഇട്ടുണ്ട്, പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. അയാളാണ് നിരീശ്വരവാദി. അല്ലാണ്ട് നിരീശ്വരവാദം പറയുന്ന സാധാരണ ആൾക്കാരെ യുക്തിവാദികളല്ല നിരീശ്വരവാദി. യുവന്മാര് മതത്തിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഇവരുടെ മതത്തിലേക്ക് ആൾക്കാരെ ചേർക്കാനായിട്ട് ഉള്ള ഉടായ്പകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കൊറോണ വന്നപ്പോ എല്ലാവർക്കും മനസ്സിലായതാണ്. വീട്ടിലിരുന്നാലും പ്രാർത്ഥിക്കാം, മലയുടെ മുകളിലും പ്രാർത്ഥിക്കാം, കാട്ടിലും പ്രാർത്ഥിക്കാം, നദീ തീരത്തും പ്രാർത്ഥിക്കാം, ടെറസിന്റെ മുകളിലും പ്രാർത്ഥിക്കാം, രാത്രിയും പ്രാർത്ഥിക്കാം, പകലും പ്രാർത്ഥിക്കാം, ഒക്കെ പ്രാർത്ഥിക്കാം. ദൈവാനുഭവം ഉണ്ടാവാം. ഇത് പള്ളിയിൽ മാത്രം ഉണ്ടാവുന്ന സാധനമില്ല. അത് സക്കറ, അത് വിശ്വസിക്കാൻ കുറെ ഏതായാലും പോണം. മതഗ്രന്ഥങ്ങൾ എന്താ പറയണെന്ന് പോലും മനസ്സിലാവാത്ത കുറെ മതവിശ്വാസികളും. അതിന് ചെണ്ട അവര് കൊട്ടും, ഇവര് തുള്ളും. കാശ് ഇവരുടെ പോണത്. ഇവര് കാലത്തോട്ട് വൈകുന്നേരം വരെ ഇവരുടെ മക്കൾക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാനോ, ഇവർക്ക് ഒരു വിനോദയാത്ര പോകാനോ, അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഔട്ടിങ്ങിന് പോയിട്ട് ഒരു മേശേരെ ചുറ്റി ഇരുന്നിട്ട് എല്ലാം വീടിന്റെ ഇതൊക്കെ മറന്നിട്ട് ഒരു ഇതായിട്ട് ഒരു ഭക്ഷണം കഴിക്കാനോ, ഇവർക്ക് ഒരു എന്തെല്ലാം കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാം. ആ കാശ് ഇവര് കൊണ്ടുപോയിട്ട് പള്ളി പണിയാൻ കൊടുക്കും. 10,000 25,000 ചിലവര് ഓരോരുത്തര് കൊടുക്കേണ്ടത് ഇത്ര എന്ന് പറഞ്ഞിട്ട് അവര് പിരിച്ചെടുക്കും. അതല്ലാണ്ട് ഇവര് എന്ത് ദൈവാനുഭവങ്ങളാണ് കൊടുത്തേക്കണത്? ഇവര് കുറെ കയ്യൊട്ടും പാട്ടും നടത്തും. എന്നാ ഈശോയ്ക്ക് കയ്യൊട്ടും പാട്ടും നടത്താറുന്നില്ലേ? ഈശോ ഒരിക്കൽ പോലും പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. അവിടെ
ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു വന്നു. അല്ലല്ല, ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ആള് ഈശോ ഈ സിനഗോഗിൽ പോയിട്ട് സിനഗോഗിൽ ഇത് പോയിട്ട് ചുരുള് നിവൃത്തി വായിച്ചു. ആ വായിച്ചോടുകൂടി ഇത് ഇവർക്ക് പിടിച്ചില്ല. അവിടുത്തെ പുരോഹിതന്മാരും അവിടുത്തെ യഹൂദ വിശ്വാസികൾ കൂടിയിട്ട് ഇങ്ങോരനെ ഓടിച്ച് കല്ലെറിയാൻ നോക്കി, തട്ടിടാൻ നോക്കി എന്ന് പറയണ്ടല്ലോ, കുഴിയിലേക്ക് ഉന്തിടാൻ നോക്കിന്ന്. അവിടുന്ന് ഈ എസ്കേപ്ഡ് ത്രൂ ദ ക്രൗഡ് എന്ന് പറയുന്നുണ്ട്. ഓടി രക്ഷപ്പെട്ടു. ഈ പള്ളിയിലൊക്കെ ഇതൊക്കെ തന്നെ പണ്ടു തന്നെ ഇന്ന് തന്നെ. അപ്പോഴും ഈ അന്ധവിശ്വാസവും ഈ അനാചാരവും ഈ അനുഷ്ഠാനങ്ങൾ തന്നെ. എന്നിട്ട് ഇവര് പറയണത് ഇവരുടെ തിയോളജി കറക്റ്റ്, ഇവരുടെ തത്വശാസ്ത്രം കറക്റ്റ്. അപ്പൊ ഇവരുടെ തത്വശാസ്ത്രം മാത്രമുള്ള ലോകത്തില് ഈ സ്വാഭാവികമായിട്ടുള്ള ഈ പ്രകൃതി കാണിച്ചു തരുന്ന തത്വശാസ്ത്രം എന്താണ്? ഈ അഹം ബ്രഹ്മാസ്മി, തത് ഏകം, തത്വമസി, ദാറ്റ് യു ആർ, ഇതൊക്കെ പറയണില്ലേ? പ്രകൃതി കാണിച്ചു തരണില്ലേ? പുരാണങ്ങൾ പറയുന്നില്ലേ? ഉപനിഷത്തുകൾ പറയുന്നില്ലേ? എല്ലാ മതങ്ങളിലും നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ നല്ല കാര്യങ്ങളാണ് മനുഷ്യൻ മനസ്സിലാക്കുകയും മനുഷ്യൻ ആ രീതിയിൽ ചിന്തിക്കുകയും മനുഷ്യൻ പണ്ടത്തെ ആ പ്രാകൃത മൃഗ സ്വഭാവം കളഞ്ഞിട്ട് മനുഷ്യ സ്വഭാവത്തിലേക്ക് വളരെയും അവിടുന്ന് ഈ മനുഷ്യന്മാർക്ക് ആത്മീയമായിട്ടുള്ള ഉണർവുണ്ടാവുകയും ബോധോദയം ഉണ്ടാവുകയും ആ ആത്മജ്ഞാനം ഉണ്ടാവുകയും ജ്ഞാനത്തിലേക്ക് വളരെയും ദൈവമക്കളെ പോലെ ജീവിക്കുകയും ചെയ്യണ്ടേ? അപ്പോൾ നമുക്കിത് അവസാനിപ്പിക്കാം. കാരണം ഇപ്പോൾ വെയിൽ ചൂടായി വരുന്നുണ്ട്. ഈ മരങ്ങളേനെ ഈ രണ്ടാണെങ്കിലും ഒന്നിച്ച് നിൽക്കണ ഈ മരങ്ങളേനെ സാക്ഷി നിർത്തി, ഈ പഞ്ചഭൂതങ്ങൾ ഈ പ്രകൃതിനെ സാക്ഷി നിർത്തി ഞങ്ങൾ കുറച്ച് സത്യങ്ങൾ, കുറച്ച് ആത്മീയ സംഭാഷണം നടത്തി. അപ്പോൾ അത് ഈ വീഡിയോ ഞങ്ങൾ ഇടുമ്പോൾ അത് ശ്രവിക്കുന്ന നിങ്ങൾക്കൊക്കെ നന്ദി, നമസ്കാരം.